ഒരു സമയം ക്യാമറമാൻ ഫൈസൽ വന്നിട്ടില്ല. ഫൈസൽ ഇത് പറഞ്ഞ പോലെ നമ്മളെന്ത് പറയുന്നുവോ അത് അപ്പിടിക്കണ ആൾ. എന്നെ ഫ്രെയിമാണ് ഫ്യൂച്ചർ ഇങ്ങനെ ചെയ്താൽ പോരെ. അത് നമ്മളെന്ത് പറയുമ്പോൾ അത് വേണ്ട ഇത് വേണ്ട അല്ല അങ്ങനെ വേണ്ട അങ്ങനെ ഇല്ല. അതിപ്പോൾ ഈ കൂടുതൽ ആരും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ടീച്ചറായാലും ഷൈനി ആയാലും ബാലനായാലും ആരായാലും നമുക്ക് ഇന്ന സാധനം ചെയ്യുമ്പോൾ ചില ആൾക്കാർ അയ്യോ അത് വേണം ചോദിച്ചാൽ അതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ. കാരണം ഷോർട്ട് ഫിലിമാണ്, എന്നാലും സിനിമയുടെ ചെറിയ കട്ടെന്ന് മാത്രമേ ഷോർട്ട് ഫിലിം. അതുപോലെ ചെയ്യണം നമ്മൾ. അപ്പോൾ ആരും എന്നോട് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നല്ലാതെ എനിക്ക് ഇത് അങ്ങനത്തെ നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മിണ്ടാൻ പറ്റില്ല, അതെനിക്ക് ആ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളെന്ത് പറയുന്നുവോ ഷൈനി ഇന്ന ഡയലോഗാണ് പറയുമ്പോൾ ചെയ്യാട്ടാ ചേച്ചി ഇന്ന രീതിയിൽ ഫേസിൽ വരണം, ബാല ആ പണിയെടുത്ത് പൊക്കണം, റെഡി വയറ്റത്തിരി പിടിക്കുക. അത് ഞാൻ എന്നിട്ട് പറഞ്ഞല്ല അങ്ങനെ എല്ലാം. ആരും എന്നോട് ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ക്യാമറമാനായാലും പറഞ്ഞ ക്യാമറമാനായാലും അത് ചെയ്യാൻ തരുമ്പോൾ ഫ്യൂച്ചർ ചെയ്യാം. അത് ഇപ്പോൾ എനിക്ക് ഇന്ന സാധനം വേണം, അല്ലെങ്കിൽ ഇന്ന വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് അത് വേണം, അപ്പോൾ റെഡിയാണ്. അതൊക്കെ ഇവരെല്ലാം ഈ ഒരു ബെൽറ്റായിരുന്നു ഞങ്ങളുടെ ഇത്. പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിച്ചോണ്ട് റോള് വന്നിട്ടുണ്ട്, അത് ശരിക്കും തിരക്കഥയിലില്ലാത്ത ഇല്ല. കാരണം എനിക്ക് മനസ്സിലേക്ക് വിഷമം തോന്നി. കാരണം ഇപ്പം മാത്രം ഒന്നും അഭിനയിച്ചില്ലല്ലോ, അന്ന് പിന്നെ പണി കൊടുക്കണമല്ലോ ഞാനും കരുതി. അത് അപ്പം തന്നെ സാധനം അവിടെ എഴുതി കൊടുത്തതാണ്. അത് ആ സീൻ, കാരണം എനിക്കറിയാം ആ സീൻ ഒരിക്കലും കട്ടായി പോകില്ലെന്ന്. എന്ത് കാരണം മാത്രമല്ല, ഇപ്പം നമ്മൾ റീൽസ് ഇടുകയാണെങ്കിൽ പോലും ആ റീൽസിൽ അതായിരിക്കും ഹൈലൈറ്റ്.